ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീയേ ഇടത് ചെവിയിൽ വെറ്റില വെച്ചേ വലത് ചെവിയിൽ പേര് വിളിച്ചോ. 3 പ്രാവശ്യം വിളിക്കണം കേട്ടോ. ശരി. ശാലിനി. എന്താ ഭാമേ? രാഘവേട്ട ഇത് കണ്ടോ? ഞാൻ ശാലിനിക്ക് വേണ്ടി വാങ്ങിച്ചതാ. നമുക്കൊപ്പം ഗുരുവായൂർക്ക് വരാൻ അവൾക്ക് പറ്റിയില്ലല്ലോ. വന്നിരുന്നെങ്കിൽ ഞാൻ കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് അവളെ ഇത് അണിയിച്ചേനെ. അതിന് ഭാമ എന്തിനാ സങ്കടപ്പെടുന്നേ? നമ്മുടെ വീട്ടിലൊരിക്കലും കൃഷ്ണൻ. എല്ലാ ചൈതന്യവും ഒന്ന് തന്നെ. ഈ കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് താഴത്തെ ശാലിക്ക് കൊടുക്ക്. അപ്പൊ ആ സങ്കടം അങ്ങ് മാറിക്കിട്ടും. അത് മതിയല്ലേ? പിന്നല്ലാതെ ഇതൊക്കെ ഒരു സങ്കല്പമല്ലേ ഭാമേ? ഈശ്വരനിൽ എല്ലാം സമർപ്പിക്കുമുള്ള സന്തോഷം, അതാണ് നമുക്കുള്ള നേട്ടം. എന്നാ പിന്നെ ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. കൃഷ്ണനെ സാക്ഷിയൊക്കെ കൊടുക്കാം. അത്രേ ഉള്ളൂ. അമ്മേ, അമ്മ ഒന്നിങ്ങ് വന്നേ. വരുന്നു. ഇപ്പൊ ഇവ എന്തിനേക്കാൾ ബഹളം ഉണ്ടാക്കുന്നേ? ഞാൻ പോയി നോക്കാം. മനസ്സിലായിട്ടില്ലേ? നിങ്ങളിരിക്കും. അച്ഛൻ വരുന്നുണ്ട്. നമസ്കാരം. അമ്മ എവിടെ അച്ഛാ? അവള് മോളുണ്ട്. എന്തോടാ? അച്ഛാ, അച്ഛനൊരു മനസ്സിലായ? ഇല്ലടാ, മനസ്സിലായിട്ടില്ലേ? അപ്പോ എന്നെ മറന്നല്ലേ? ഞാൻ കേളമ്പറമ്പിലെ കൊച്ചികൃഷ്ണന്റെ മോളാ. ഞാൻ ഡോക്ടറാവാൻ കാരണം ഇവിടുള്ളവരാ. കൃഷ്ണന്റെ മകൾ നന്ദന? അതെ. ഇതിന്റെ ഹസ്ബൻഡാ ശ്രീരാജ്. പുള്ളി ട്രഷറിയിലാ. കേട്ടോ മോനെ, ഇവളെ ഓടിക്കൊച്ചായിട്ട് ഇവിടെ ഓടിച്ചാടി നടക്കുന്ന പോലെ എനിക്കറിയാം. പഠിക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാ ഞാനും ഭാമയും കൂടെ ഇവളുടെ പഠിത്ത കാര്യത്തിൽ സഹായിക്കാന്നങ്ങ് വിചാരിച്ചതേ. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞാ ഒരു സഹായവും ചെയ്തില്ലാതെ ഭാമ അന്നേ പറഞ്ഞതാ. അതായിരിക്കും ഭാമ അങ്ങനെ പറഞ്ഞോണ്ടായിരിക്കും ഒറ്റ ക്ലാസ്സിൽ അവള് തോറ്റിട്ടില്ല. ഒന്നാമതായി നല്ല വിജയത്തോടെ അവള് പാസ്സാവുകയും ചെയ്തു. എന്തായാലും ദൈവാനുഗ്രഹമുള്ള കുട്ടിയാ നീ. അതുകൊണ്ട് നിനക്ക് ചേർന്നൊരാളെ തന്നെ കിട്ടിയല്ലോ. ഇപ്പൊ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചത് ഇവളിലൂടെയാ. എന്നെ പോലെ തന്നെ ഇവളെയും പഠിപ്പിച്ച് വലിയൊരു ഡോക്ടർ ആക്കണമെന്നാ ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം. അതിന് നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവണം. അതും ഇനി പ്രത്യേകിച്ച് പറയാനുണ്ടോ? എല്ലാ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവും. ആഹാ, ഇതാരൊക്കെ വന്നിരിക്കുന്നേ? കുറച്ചു നേരമായോ വന്നിട്ട്? ഏയ് ഇല്ല, വന്നതേ ഉള്ളൂ. അയ്യോ വാവേ, എന്താ വാവയുടെ പേര്? എന്താ അവളുടെ പേര്? എന്താ ഇവൾക്ക് പേരിട്ടില്ലേ? ചടങ്ങൊക്കെ നടത്തി, പക്ഷേ പേര് സത്യാമ്മ തന്നെ ഇടണമെന്ന് ഇവക്കൊരാഗ്രഹം. സത്യാമ്മയ്ക്ക് ഇഷ്ടമുള്ള പേരിടാം. മെല്ലെ മെല്ലെ. വേണ്ട വേണ്ട വേണ്ട. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളതും ജീവിതത്തിൽ വിജയം നേടിയതുമായ ഒരു പേര് തന്നെ ഇടാം. അയ്യോ അതെ, പേരിൽ ചടങ്ങല്ലേ? എന്നാ പിന്നെ അതിന്റെ രീതിയിൽ നടത്താം. ശരിയെന്ന്. ഞാനിത് പോരെ, പെട്ടെന്ന് എടുത്തോടാ. വാവോ, നിങ്ങളിരിക്കേ. എന്നാ പിന്നെ നിങ്ങൾ ജ്യൂസ് കുടിക്കേ, അപ്പോഴേക്കും വിഷ്ണു വരും. എനിക്ക് വേണ്ടേ കൊണ്ടു. ഇതാ പറ്റില്ല, ഈ ഒരു ചടങ്ങിന് ഇത് അത്യാവശ്യം. നീയേ ഇടത് ചെവിയിൽ വെറ്റില വെച്ചേ വലത് ചെവിയിൽ പേര് വിളിച്ചോ. 3 പ്രാവശ്യം വിളിക്കണം കേട്ടോ. ശരി.
ശാലിനി ശാലിനി. മാമോളെ. ഓ ഓ ഓ ഓ. ശാലിനി. മോളുടെ പേര് ശാലിനി. ഇവളെ ഒരു IAS കാരിയാക്കിയാ മതി. അതുകൊണ്ടാ എന്റെ മരുമോളുടെ പേര് തന്നെ ഞാൻ ഇട്ടത്. എന്റെ മരുമോൾ ഇവിടുത്തെ ജില്ലാ കളക്ടറാണെന്ന് അറിയാലോ. പിന്നെ നാട്ടിൽ വരുമ്പോഴൊക്കെ ഇവിടെ വരണേ. കൊച്ചു ശാലിനിയുടെ പഠിത്ത വിവരങ്ങളൊക്കെ പറയണം. ഇനി ഇവള് നിങ്ങളുടെ മാത്രം കുട്ടിയല്ല, ഞങ്ങളുടെ കൂടെ കൊച്ചു ശാലിനിയെ. ഉറപ്പായിട്ടും സത്യമേ, ഉറപ്പായിട്ടും. ഇതെന്താ? ഹായ്, കൊള്ളാലോ. നല്ല മാല. കൊള്ളാം. എന്നാ പിന്നെ എല്ലാരെയും കൊണ്ടൊന്ന് കാണിച്ചേക്കാം. ഭാമേ, അവര് വളരെ സന്തോഷത്തിലായി ഇവിടുന്ന് പോയതേ. എന്തായാലും നന്നായി ഭാമേ. ശാലി എന്ന പേരെ നിന്റെ മനസ്സിൽ അത്രത്തോളം പതിഞ്ഞല്ലോ. എനിക്ക് സന്തോഷമായി. സത്യമേ, ഞാൻ ഈ മാല ഇട്ടിട്ട് എങ്ങനെയുണ്ട്? രാഘവേട്ട, ആ മാല എടുത്ത് ഇവിടെ ഇട്ടേക്കുന്നു. ആര് പറഞ്ഞു ഈ മാല എടുത്തിടാൻ? ആര് പറഞ്ഞെന്നാ ചോദിച്ചത്? ആരും പറഞ്ഞിട്ടൊന്നുമല്ല. മോളെ, ആ മാല ഇങ്ങ് ഊരി തന്നെ. ഇല്ല. മാല ഊരിത്തരാൻ. അവളത് കണ്ടപ്പോ ഒന്നെടുത്തിട്ടു. അതിനിപ്പോ എന്താ ഇവിടെ സംഭവിച്ചേ? ഇത് വെറും ഒരു മാലയല്ലേ? ദേ, ഇതെനിക്ക് വെറും മാലയല്ല, ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു വാങ്ങിച്ചതാ. ആ പറഞ്ഞ ആൾക്ക് വേണേ വേറെ വാങ്ങിച്ചു കൊടുക്കാലോ. ഇതിപ്പോ കിട്ടാക്കനിയായിട്ടുള്ള സാധനമൊന്നും അല്ലല്ലോ സത്യമേ. ശ്യാമേ, മോളെ ഊരി തന്നെ. ഊരി. ഇല്ല, അതിങ്ങ് ഞാൻ ഊരി തരാം. തരില്ല. പപ്പി, അതിങ്ങ് ഊരി തന്നെ. മോളെ, ഇല്ല, അതിങ്ങ് ഊരി ഇല്ല, തരാം. തരില്ല. പപ്പി, മോളെ ഞാൻ പറഞ്ഞതല്ലേ അത് വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി പൂജിച്ചതാണെന്ന്. അതിങ്ങ് തന്നെ മോളെ. ശ്യാമ ഈ മാല ഇങ്ങ് മേടിച്ചതാ. പപ്പി ഊരി കൊടുത്തേ. ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ